ഹായ് ഫ്രണ്ട്സ്, മിയാനി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നൊരു ജിഞ്ചർ ലെമൺ സ്ക്വാഷ് ഉണ്ടാക്കി വെക്കാം. ഇനിയിപ്പോൾ ചൂട് കാലമൊക്കെ അല്ലേ തുടങ്ങുന്നത്, അപ്പം കൂൾ ഡ്രിങ്ക്സ് മേടിച്ച് കുടിക്കുന്നതിലൊക്കെ നല്ലത് നമ്മൾ വീട്ടിൽ ഹോം മെയ്ഡായിട്ട് ഒരു സ്ക്വാഷ് ഉണ്ടാക്കി വെച്ചാൽ ഹെൽത്തി ആയിട്ട് അതല്ലേ നല്ലത് നമുക്ക്. അപ്പം നമുക്കിന്ന് അതിന് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ഇതിപ്പോൾ ഒരു 9 നാരങ്ങയേ ഉള്ളൂ. ഇതിന് ഇപ്പം 9 നാരങ്ങയ്ക്ക് 1 കിലോ പഞ്ചസാര വേണം. പിന്നെ 2 ടേബിൾ സ്പൂൺ നിറയെ ഇഞ്ചി പേസ്റ്റ്, പിന്നെ 1 സ്പൂൺ ഏലക്കാപ്പൊടി. ഇത്ര സാധനങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ഒരു സ്ക്വാഷ് ഉണ്ടാക്കാം. അപ്പോൾ നമുക്കിനി ഇത് നാരങ്ങയൊക്കെ പിഴിഞ്ഞിതിൻ്റെ ജ്യൂസ് എടുത്ത് വെക്കണം. എന്നിട്ട് വേണം നമുക്ക് സ്ക്വാഷ് ഉണ്ടാക്കാൻ. അപ്പോൾ ആദ്യം നമുക്ക് ഈ നാരങ്ങയെല്ലാം ഒന്ന് ജ്യൂസ് എടുത്ത് കൊണ്ടുവരാം. ഇങ്ങനെ ഇവിടെ വെച്ചിട്ട് തറയിൽ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ജ്യൂസ് നല്ലോണം കൂടുതൽ ജ്യൂസ് നമുക്ക് ഇതിൽ നിന്ന് എടുക്കാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ എല്ലാം കൂടെ ജ്യൂസ് തയ്യാറാക്കി കൊണ്ടുവരാം. നാരങ്ങയെല്ലാം ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ട്. 9 നാരങ്ങയ്ക്ക് ഇതിന് 1 ഗ്ലാസ് നിറയെ ജ്യൂസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ പഞ്ചസാരയും ഇഞ്ചി അരച്ചതും കൂടെ നമുക്കൊരു 1.5 കപ്പ് വെള്ളത്തിൽ ഇട്ട് കുറുക്കിയെടുക്കാം. അപ്പോൾ ഞാനൊരു 1.5 കപ്പ് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പഞ്ചസാരയും ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുക്കാം. നമുക്ക് വെള്ളത്തിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇഞ്ചി അരച്ചത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഇത് ഇളക്കി ഒന്ന് കുറുക്കിയെടുക്കാം. പഞ്ചസാരയൊക്കെ നല്ലതുപോലെ അലിഞ്ഞ് ഇഞ്ചിയൊക്കെ നല്ലതുപോലെ വെന്ത് കുറുകി വരുമ്പോഴത്തേക്ക് നമുക്ക് നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. ഇത് കുറുക്കി ഇത് തണുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നാരങ്ങ നീര് ഒഴിക്കത്തുള്ളൂ. ഇത് നല്ലപോലെ നമുക്ക് കുറുക്കിയെടുക്കാം. ഇങ്ങനെ ഒരു നൂൽ പരുവമൊന്നും ആകണ്ട, നല്ലതുപോലെ ഒന്ന് കുറുകി വന്നാൽ മതി. ഇത് കുറച്ച് സമയം എടുക്കും ഇളക്കി കുറുക്കിയെടുക്കാൻ. നമ്മുടെ ഷുഗർ ജിഞ്ചർ സിറപ്പ് ഒരു 10 മിനിറ്റോളം ഇളക്കി കുറുക്കി ഇതേ പരുവത്തിലാക്കിയിട്ടുണ്ട്. നമ്മളിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ കയ്യിലിങ്ങനെ ഒട്ടുന്ന പരുവത്തിലായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പതയൊക്കെ ഇതൊക്കെ നമ്മൾ അരിച്ചെടുത്ത് കളയണം. ഇതിനി നല്ലതുപോലെ തണുത്ത് കഴിയുമ്പം നമുക്കിതിലേക്ക് നാരങ്ങ നീരും ഏലക്കപ്പൊടിയും ഇട്ട് കൊടുക്കണം. അപ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിത് തണുക്കാൻ വെക്കാം. നല്ലതുപോലെ തണുത്ത് കഴിയുമ്പോൾ നമുക്ക് നാരങ്ങ നീരും ഏലക്കപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് പിന്നെ നമുക്കൊരു അരിപ്പയ്ക്കകത്തൂടെ അരിച്ചെടുത്തിട്ട് തണുപ്പിച്ച് കുപ്പിയിലൊഴിച്ച് സൂക്ഷിക്കാം. ഇപ്പോൾ ഇതിൽ പ്രിസർവേറ്റീവ് ഒന്നും ഞാൻ ചേർക്കുന്നില്ല. നമുക്കിത് ഒരു 10 നാരങ്ങയല്ലേ ഉള്ളൂ, 9 നാരങ്ങയല്ലേ ഉള്ളൂ. അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ തീരും. അപ്പോൾ ഒരു കുപ്പിയിലാക്കി നമുക്ക് ഫ്രിഡ്ജ് വെച്ചാൽ ഒരാഴ്ച കൊണ്ട് തീരാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഇതിൽ പ്രിസർവേറ്റീവ് ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് നല്ലതുപോലെ തണുത്ത് വരട്ടെ, എന്നിട്ട് നമുക്ക് നാരങ്ങ നീര് ചേർക്കാം. നമ്മുടെ ഷുഗർ ജിഞ്ചർ സിറപ്പ് ഇവിടെ തണുത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ലെമൺ ജ്യൂസ് ഒഴിച്ച് കൊടുക്കാം. ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഇത് നമുക്ക് അരിച്ചെടുക്കണം. അപ്പോൾ ഇഞ്ചിയുടെ എന്തെങ്കിലും വേസ്റ്റൊക്കെ ഉള്ളതൊക്കെ നമുക്ക് അരിച്ചെടുക്കുമ്പോൾ അത് മാറിക്കിട്ടും. ഏലക്കപ്പൊടിയും നാരങ്ങയും എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ആവട്ടെ. നല്ല ഇഞ്ചി മിഠായിയുടെ മണം വരുന്നുണ്ട്. ചെറുപ്പത്തിലൊക്കെ കുറേ ഇഞ്ചി മിഠായി കഴിച്ചിട്ടുള്ളതല്ലേ. ഇപ്പോൾ കുറേ നാളായി ഇഞ്ചി മിഠായി ഒന്നും കാണാനേ ഇല്ല. നല്ല ഇഞ്ചി മിഠായിയുടെ മണം വരുന്നുണ്ട്. ഇതിപ്പോൾ നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട്. നമുക്കൊരു അരിപ്പയ്ക്കകത്തൂടെ ഒരു ബൗളിലേക്ക് അരിച്ചൊഴിക്കാം. അതായത് ഇഞ്ചിയുടെ വേസ്റ്റൊക്കെ ഉണ്ട് ചീനച്ചട്ടിയുടെ അടിയിൽ. നമുക്കൊരു തവിയും കൊണ്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കാം.
അപ്പോൾ അത് മുഴുവൻ അരിച്ച് കിട്ടും നമുക്ക്. മുഴുവൻ അരിച്ചെടുത്തിട്ടുണ്ട്. കണ്ട, ഇത് ഇഞ്ചിയുടെ ഏലക്കയുടെ ഒക്കെ വേസ്റ്റാണിത്. ഇത് നമുക്ക് ആവശ്യമില്ല. ഇതുപോലെ പ്രസ് ചെയ്താൽ ബാക്കിയുള്ള ജ്യൂസ് എല്ലാം നമുക്ക് കിട്ടും. ഇതാ നമ്മുടെ ജ്യൂസ് സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ട, ഇതുപോലൊരു ബ്രൗൺ കളറിലാണിത്. ഇഞ്ചിയും നാരങ്ങയും പഞ്ചസാരയും എല്ലാം കൂടെ കുറുകി വരുമ്പോൾ ഇതേ കളറാവും, നമുക്കൊരു ബ്രൗൺ കളറിൽ. ഇതിനി നമുക്കൊരു കുപ്പിയിലൊഴിച്ച് സൂക്ഷിച്ച് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ നമുക്കൊരു ഇതിപ്പം കുറച്ചല്ലേ ഉള്ളൂ, ഒരാഴ്ച കൊണ്ട് തീരാനുള്ളതേ ഉള്ളൂ. അപ്പോൾ നമുക്കിത് ഒരു 1/4 ഗ്ലാസ് സിറപ്പും ബാക്കി ഒരു 3/4 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് നമുക്ക് നാരങ്ങ ജ്യൂസ് തയ്യാറാക്കാം. അപ്പോൾ നമുക്കിത് കുപ്പിയിലേക്ക് ഒഴിക്കാം. നമുക്ക് ഈ കുപ്പിക്ക് ഒരു 1/2 കുപ്പിക്ക് മേലെ സിറപ്പ് കിട്ടിയിട്ടുണ്ട്. ഇത് പ്ലാസ്റ്റിക് കുപ്പിയല്ല കേട്ടോ, ചില്ല് കുപ്പിയാണ്. അപ്പോൾ ഇത് നമുക്ക് അടച്ച് വെച്ച് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാം. നമുക്കൊരു ഗ്ലാസ് ജ്യൂസ്, നാരങ്ങ ജ്യൂസ് തയ്യാറാക്കാം ഇപ്പം തന്നെ. നമുക്കൊരു 1/4 ഗ്ലാസ് സിറപ്പും ഒരു 3/4 ഗ്ലാസ് വെള്ളവും എന്ന അനുപാതത്തിൽ നമുക്ക് സ്ക്വാഷ് തയ്യാറാക്കിയെടുക്കാം. സിറപ്പ് ഒഴിച്ചിട്ടുണ്ട്, വെള്ളം ഒഴിക്കുന്നു. ഞാനിവിടെ കുറച്ച് സബ്ജ സീഡ്സ് കുതിർത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് 1 സ്പൂണ് സബ്ജ സീഡ്സ് ഇട്ട് കൊടുക്കാം. കുറച്ചും കൂടെ ഇട്ട് കൊടുക്കാം. ഇതാ നമ്മുടെ അടിപൊളി ജിഞ്ചർ ലെമൺ സ്ക്വാഷ് തയ്യാറായിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇഞ്ചിയുടെയും നാരങ്ങയുടെ ഒക്കെ നല്ല മിക്സ് ടേസ്റ്റ് ഇല്ലേ, ശരിക്കും ഇഞ്ചി മിഠായി കഴിക്കുന്ന അതേ ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഈ ഹെൽത്തി ആയിട്ടുള്ള ഈ സ്ക്വാഷ് നിങ്ങളും വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കണം. ചൂട് സമയത്തേക്കൊക്കെ കുടിക്കാൻ നല്ലതല്ലേ. അപ്പോൾ ഈ സബ്ജ സീഡ്സൊക്കെ ഒന്ന് കുതിർത്തിടുവാണെങ്കിൽ നല്ലൊരു തണുപ്പും കിട്ടും. അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പം വീണ്ടും സിമ്പിളായിട്ടുള്ള റെസിപ്പീസുമായിട്ട് നമുക്ക് കാണാം. താങ്ക് യു സോ മച്ച്.